ദേശീയപാത 66 നിർമ്മാണത്തിലെ അപാകതകൾക്കെതിരെ സമരത്തിലൂടെ ഉന്നയിച്ച ഒട്ടുമിക്ക ആവശ്യങ്ങളും നേടിയെടുത്തതിന്റെ സന്തോഷത്തിൽ പെരുമ്പടന്നയിൽ ജനുവരി 26-ന് ജനകീയ വിജയോത്സവം ആഘോഷിക്കുന്നു. പെരുമ്പടന്ന കവലയിൽ നടക്കുന്ന വിജയോത്സവം ജസ്റ്റിസ് കെമാൽ പാഷ ഉദ്ഘാടനം ചെയ്യും. വിവിധ രാഷ്ട്രീയ സാമൂഹിക നേതാക്കളും ചടങ്ങിൽ പങ്കെടുക്കും. 2025 ജനുവരി 16-ന് ആരംഭിച്ച സമരം 369 ദിവസം പിന്നിടുകയാണ്. പെരുമ്പടന്നയെ പറവൂരിന്റെ മുഖ്യ കവാടമാക്കുക, കാലങ്ങളായി ജനങ്ങൾ ഉപയോഗിച്ചു വരുന്ന റോഡുകൾ അടച്ചുകെട്ടുന്നിടത്ത് അടിപ്പാതകൾ നിർമ്മിക്കുക, വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നീരൊഴുക്ക് തടയപ്പെടുന്നിടത്ത് കാനകൾ പണിയുക, റോഡിന് ഉയരം കൂടിയതോടെ താഴ്ചയിലായി പോയ കുടുംബങ്ങൾക്ക് സർക്കാർ ചെലവിൽ റാമ്പ് നിർമ്മിച്ചു നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. സമിതിയുടെ മുഖ്യ രക്ഷാധികാരികളായ മുൻ MP KP ധനപാലൻ, മുൻ മന്ത്രി S ശർമ്മ, മുൻ MLA P രാജു എന്നിവർ സമിതിക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി. MP ഹൈബീഡൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവർ വിഷയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് പ്രശ്നപരിഹാരത്തിന് സജീവമായി ഇടപെട്ടു. ഭരണ ഉദ്യോഗസ്ഥ തലത്തിൽ പരാതികൾ ഉന്നയിച്ചതിനൊപ്പം ഹൈക്കോടതിയെയും സമീപിച്ചു. ഒടുവിൽ ജില്ലാ കളക്ടർ G പ്രിയങ്ക ദേശീയപാത പ്രൊജക്ട് ഡയറക്ടറോടൊപ്പം സ്ഥലം സന്ദർശിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെട്ടതോടെയാണ് സമിതിയുടെ ആവശ്യങ്ങളിലേറെയും തീരുമാനമായത്. ഇതിന്റെ ഭാഗമായാണ് ജനുവരി 26-ന് ജനകീയ വിജയോത്സവം ആഘോഷിക്കുന്നത്. പെരുമ്പടന്ന കവലയിൽ നടക്കുന്ന വിജയോത്സവം ജസ്റ്റിസ് കെമാൽ പാഷ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ മുഖ്യ പ്രഭാഷണം നടത്തും. പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ സംസാരിക്കും. സിനിമാ സീരിയൽ രംഗത്തെ താരങ്ങൾ ഉൾപ്പെടെ അവതരിപ്പിക്കുന്ന നാടൻപാട്ട്, തിരുവാതിര, ഓണക്കളി, നൃത്തങ്ങൾ തുടങ്ങിയ വിവിധ കലാപരിപാടികളും ഉണ്ടാകും. കൺവീനർ G ഗണേഷ്, കോർഡിനേറ്റർ സുധീഷ് തോപ്പിൽ, ട്രഷറർ ON ബോസ്, പബ്ലിസിറ്റി കൺവീനർ KK അബ്ദുള്ള, കമ്മിറ്റി അംഗം PM തോമസ് തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. പറവൂരിലൂടെ കടന്നുപോകുന്ന NH 66 പറവൂരിലൊരു ദുരിതപാതയാകരുത് എന്നുള്ള ആശങ്ക കൊണ്ടാണ് ഇതിനകത്ത് ഇടപെടാനും അതിനുവേണ്ടി തന്നെ പറവൂരുള്ള 27 കിലോമീറ്ററിൽ വ്യാപാരി വ്യവസായി, പട്രക്ക്, ശാസ്ത്രസാഹിത്യ പരിഷത്ത്, ലെൻസ്വെഡ്, ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ എന്നീ സംഘടനകൾ ചേർന്ന് ഒരു വിശദമായ പഠനം നടത്തുകയും 2 വർഷം മുന്നേ അധികാരികളുടെ മുന്നിൽ അത് പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ എല്ലാ വാതിലുകളും കൊട്ടിയടഞ്ഞ ശേഷമാണ് പറവൂർ നഗരസഭയിലെ 7 വാർഡുകളിലൂടെ കടന്നുപോകുന്ന ദേശീയപാത വരുത്തി വെച്ചേക്കാവുന്ന ഭാവിക്ക് ദുരിതപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് പെരുമ്പടന്ന കേന്ദ്രീകരിച്ച് ഒരു സമരം ആരംഭിച്ചത്. ജനകീയ സമരം, പന്തലുകെട്ടൊരു ജനകീയ സമരം. ആ സമരസമിതി ഉന്നയിച്ച 6 കാര്യങ്ങളിൽ 4 കാര്യങ്ങൾ കൃത്യമായി നമ്മുടെ ഇന്നത്തെ കളക്ടർ G പ്രിയങ്ക ഇടപെട്ട് ബോധ്യപ്പെടുകയും പ്രൊജക്ട് ഡയറക്ടറെ ചേർത്ത് നിർത്തി അതിന് അനുവാദം തരികയുമാണ് ചെയ്തിട്ടുള്ളത്. അത് സമരസമിതി നേടിയെടുത്തൊരു വിജയം തന്നെയാണ്. NHന്റെ റൂൾ അനുസരിച്ച്, ഇന്ത്യൻ റോഡ് കോൺഗ്രസിന്റെ നിയമം അനുസരിച്ച്, അല്ലെങ്കിൽ മോർത്ത് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ഹൈവേയുടെ റൂൾ അനുസരിച്ച് പാലിക്കപ്പെടേണ്ട സർവീസ് റോഡ് കണക്ടിവിറ്റി അല്ലെങ്കിൽ U-ടേൺ നടപ്പിലാക്കാതെ അപാകതകളോടുകൂടി പണിയുന്ന നിർമ്മാണം തടഞ്ഞിട്ടിരിക്കുകയാണ് സമരസമിതി. അതുകൂടി നേടിയെടുക്കേണ്ടതുണ്ട്. അതിലുപരി നമ്മുടെ പറവൂരിലൂടെ കടന്നു പോകുന്ന ചെറായി പറവൂർ റോഡിനെ ക്രോസ് ചെയ്ത് പോകുന്ന NH 66 വലിയ ഗതാഗത കുരുക്കിലേക്കാണ് പറവൂരിലെത്തിക്കുക എന്നുള്ളതിൽ സംശയമില്ല. അതുകൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കാരണം 8 റോഡുകളാണ് പെരുമ്പടന്ന പ്രദേശത്ത് അടക്കപ്പെട്ടത്. പ്രദേശവാസികൾ സഞ്ചരിക്കുന്ന 8 റോഡുകളിലൂടെ പോകേണ്ട ഗതാഗതങ്ങൾ മുഴുവൻ പെരുമ്പടന്ന കേന്ദ്രീകരിച്ചാകുമ്പോൾ ഉണ്ടാകുന്ന ഭാരിച്ച ഗതാഗത കുരുക്ക് നാളത്തെ പറവൂരിനെ വല്ലാതെ ഉലയ്ക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പ്രാദേശിക ടൂറിസ്റ്റുകളും അതുപോലെ ഹൈവേ കൂടി വരേണ്ട ടൂറിസ്റ്റുകളെയൊക്കെ ഉൾക്കൊള്ളാൻ പെരുമ്പടന്ന പറവൂർ ടൗണിൽ ആകെയുള്ള 2 എൻട്രിയും എക്സിറ്റുമാണ് പെരുമ്പടന്ന പറവൂർ ടൗണിലുള്ളത്. അതിലൂടെ വരുന്ന ആളുകൾക്ക് ഉൾക്കൊള്ളാൻ ഒരിക്കലും പെരുമ്പടന്നേക്ക് സാധിക്കില്ല. അത് പറവൂരിനെ തന്നെ ബാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് പറവൂരിൻ്റെ മുഖ്യ കവാടം പെരുമ്പടന്ന ആക്കണമെന്നും ഗതാഗത സംവിധാനമില്ല എങ്കിൽ നാളെ NHന്റെ വരവോടുകൂടി 5 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് കൊടുങ്ങല്ലൂർക്ക് എറണാകുളത്തേക്ക് എത്താവുന്ന ആളുകൾ അവിടേക്ക് പോകാതെ പറവൂരിലേക്ക് എത്തിക്കാനും പറവൂരിനൊരു ടൂറിസ്റ്റ് ഹബ്ബാക്കി മാറ്റാൻ ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ക്രോഡീകരിക്കുന്നതിന് പെരുമ്പടന്ന മുഖ്യ കവാടമായി തീരൂ എന്നുള്ളത് ബോധ്യപ്പെടുത്തുകയാണ് ഞങ്ങൾ ഈ സമരത്തിലൂടെ. ന്യൂസ് ബ്യൂറോ, പറവൂർ. ടാലിസ്മാൻ ടെക്സ്റ്റൈൽസിൽ 100 രൂപ മുതൽ ഷർട്ടുകൾ, ജീൻസുകൾ, ചുരിദാർ മെറ്റീരിയലുകൾ 60 രൂപ, ഷിഫോൺ സാരികൾ 90 രൂപ, പട്യാലകൾ 2 എണ്ണം 100 രൂപ, ഷാളുകൾ 60 രൂപ.